നമ്മൾ ബിസിനസ്സുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമുക്കും നമ്മളുടെ കോമ്പറ്റീറ്റർ, ഇത് നമ്മുടെ കമ്പനി, ഇത് നമ്മുടെ കോമ്പറ്റീറ്റർ, നമുക്ക് രണ്ട് കൂട്ടർക്കും കോമൺ സോഴ്സാണ് എല്ലാം. സപ്ലയേഴ്സ്, നമ്മൾ കണ്ടെത്തുന്ന ഏത് സപ്ലയറും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനും അവൈലബിളാണ്. ശരിയാണോ? റോ മെറ്റീരിയൽസ് ഏതെടുത്താലും ഇതെല്ലാം നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനും അവൈലബിളാണ്. നമ്മൾ കണ്ടെത്തുന്ന സ്റ്റാഫ് അല്ലെ കസ്റ്റമർ, ഇതെല്ലാം കോമൺലി അവൈലബിൾ ആണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻപുട്ട് ഈസ് ദ സെയിം ഫോർ ഓൾ. എല്ലാവർക്കും ഉള്ള ഇൻപുട്ട് ഈസ് ദ സെയിം. വാട്ട് അബൌട്ട് ദ ഔട്ട്പുട്ട്? അത് ഉപയോഗിച്ച് നിങ്ങളുണ്ടാകുന്ന ഔട്ട്പുട്ട് എത്ര? ഇൻപുട്ട് ഓഫ് 5 ആൻഡ് ഔട്ട്പുട്ട് ഓഫ് 10. ഒരു ബിസിനസ് ഓണർ അതേ ഇൻപുട്ട് ഉപയോഗിച്ച് ഔട്ട്പുട്ട് 5 ഉണ്ടാക്കുന്നു, പ്രോഫിറ്റ് ഓഫ് 5. ഹി ഈസ് മേക്കിംഗ് പ്രോഫിറ്റ്. മറ്റൊരാള് ഇതേ ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് 5 ഇൻപുട്ട്, ഈസ് മേക്കിംഗ് 5, നോ പ്രോഫിറ്റ്, നോ ഗെയിൻ. മറ്റൊരാള് ഇൻപുട്ട് ഓഫ് 10 ആൻഡ് ഔട്ട്പുട്ട് ഓഫ് 5, ലോസ് മേക്കിംഗ് കമ്പനി. സോ ഒരു കമ്പനിയുടെ ഓണറുടെ സ്കില്ലിലിരിക്കുകയാണ് ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നമുക്കും നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനും ഒരേ സോഴ്സാണ് ഇവിടെ ഉള്ളത്. ഒരേ സോഴ്സ്, സെയിം സോഴ്സ്. അത് ആരേറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് ചോദ്യം. അത് ഉപയോഗിക്കണമെങ്കിൽ വി നീഡ് സ്കിൽ. ഈവൻ സ്ട്രാറ്റജീസ്. ഞാൻ ഈ പരിപാടിക്ക് നടത്തിയ സ്ട്രാറ്റജി ഇപ്പം പബ്ലിക്കലി എല്ലാവർക്കും അറിയാം. ഇതിന് കോമൺ ആയി, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇറ്റ്സ് മൈ സ്കിൽ. എന്താണ് സ്ട്രാറ്റജിയും സ്കില്ലും? എന്ത് ചെയ്യണമെന്നുള്ളതാണ് സ്ട്രാറ്റജി. ഈ ചെയ്യണമെന്ന് മനസ്സിലാക്കിയ കാര്യം നടപ്പാക്കാനുള്ള എബിലിറ്റിയാണ് സ്കിൽ. എന്താണ് സ്കിൽ? എബിലിറ്റി ടു എക്സിക്യൂട്ട് സ്ട്രാറ്റജി. ഇതിലിരിക്കുകയാണ് നിങ്ങളുടെ വിജയം. കാരണം ഇൻപുട്ട് ഈസ് സെയിം ഫോർ ഓൾ.